everyone, welcome back to my spoken English class. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുക. എല്ലാ വീഡിയോസിൻ്റെ അവസാനത്തിലും ഞാനൊരു ക്വസ്റ്റ്യൻ തരാറുണ്ട്. അപ്പോൾ നിങ്ങളത് ഡെയിലി അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം. ഇപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ ഉദ്ദേശിക്കുകയാണ്. ആ സമയത്ത് നമ്മളെ കാണിക്കുന്ന ഡോക്ടർ ഒരു 5 മണിയാവും എത്താൻ എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ്, എൻ്റെ ഡോക്ടർ 5 മണിക്ക് എത്തും. എൻ്റെ ഡോക്ടർ 5 മണിക്ക് എത്തും. അതായത് എൻ്റെ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ അല്ലേ. അപ്പോൾ എൻ്റെ ഡോക്ടർ 5 മണിക്ക് എത്തും എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമ്മളൊക്കെ പറയാറുള്ള ഒരു സെൻറ്റൻസ് ആണത് അല്ലേ. അപ്പോൾ എൻ്റെ ഡോക്ടർ, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. മൈ ഡോക്ടർ വിൽ അറൈവ്. മൈ ഡോക്ടർ വിൽ അറൈവ് അറ്റ് 5 o'clock. മൈ ഡോക്ടർ വിൽ അറൈവ് അറ്റ് 5 o'clock. ഇത് വേണമെങ്കിൽ നമുക്ക് വില്ലിന് പകരം വുഡ് യൂസ് ചെയ്തും പറയാം കേട്ടോ. ഞാൻ ഇന്ന് നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ വുഡിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വുഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു ചാനലിൽ പോയിട്ട് കാണാം. അതല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോക്ക് താഴെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. മൈ ഡോക്ടർ വിൽ അറൈവ് അറ്റ് 5 o'clock. ഓക്കെ, ഇനി ഇവിടെ വുഡ് യൂസ് ചെയ്ത് പറയാം. പക്ഷെ വില്ലും വുഡും നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ സിറ്റുവേഷനിൽ നമുക്ക് വുഡും വില്ലും യൂസ് ചെയ്യാം. പക്ഷെ വില്ല് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് അറിയണം. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുക. വുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സാധ്യത ഉള്ളൊരു കാര്യം. അതായത് ഇപ്പം 5 മണിക്ക് എൻ്റെ ഡോക്ടർ എത്തുമായിരിക്കും, അല്ലെങ്കിൽ എത്തുമായിരുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനൊരു സാധ്യത വളരെ കുറഞ്ഞ രീതിക്ക് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കവിടെ വുഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുള്ള കാര്യമാണെങ്കിൽ വില്ല് യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, ഞാൻ 10 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരും. ഞാൻ 10 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരും എന്നെങ്ങനെ പറയാം? ഞാൻ വരും, ഐ വിൽ കം. ഐ വിൽ കം ഫ്രം ദ ഹോസ്പിറ്റൽ വിത്തിൻ 10 minutes. ഐ വിൽ കം ഫ്രം ദ ഹോസ്പിറ്റൽ വിത്തിൻ 10 minutes. ഇവിടെ വിത്തിൻ എന്നും പറയാം, ഇൻ എന്നും പറയാം അല്ലേ. നമ്മൾ 2 രീതിക്ക് നമ്മൾ സെൻറ്റൻസ് പറയാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും, ഇതെന്താ ഡിഫറൻസ് എന്നുള്ളത്. വിത്തിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൃത്യസമയം 10 മിനിറ്റിനുള്ളിൽ എന്നുള്ളത് ആ ഉള്ളിൽ തന്നെ നമ്മൾ എത്തും എന്നുള്ള ആ ഒരു ഉറപ്പുള്ള സമയത്താണ് നമ്മൾ വിത്തിൻ എന്ന് യൂസ് ചെയ്യുക. എന്നാൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഇൻ 10 minutes എന്ന് പറയാം. ക്ലിയർ ആയല്ലോ. അവൻ നാളെ ഈ സമയത്ത് എയർപോർട്ടിലായിരിക്കും. അവൻ നാളെ ഈ സമയത്ത് എയർപോർട്ടിലായിരിക്കും നമ്മൾ പറയാറുണ്ടല്ലേ. നാളത്തെ കാര്യമാണ് പറയുന്നത്, അവനാണ് സബ്ജക്റ്റ്. എങ്ങനെ പറയും? അവൻ നാളെ ഈ സമയത്ത് എയർപോർട്ടിലായിരിക്കും. ഹി വിൽ ബി അറ്റ് ദ എയർപോർട്ട് അറ്റ് ദിസ് ടൈം. ഹി വിൽ ബി അറ്റ് ദ എയർപോർട്ട് അറ്റ് ദിസ് ടൈം. നാളെ ഈ സമയത്ത് അവൻ എയർപോർട്ടിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, നീ വിളിച്ചപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അല്ലേ. നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട് ഈ ഒരു സെൻറ്റൻസിൻ്റെ റൂൾസുകൾ. അപ്പോൾ നീ വിളിച്ചപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. ഐ വാസ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ വെൻ യു കോൾഡ്. ഐ വാസ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ വെൻ യു കോൾഡ്. നീ വിളിച്ചപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് ആരോടും സംസാരിക്കാൻ കഴിഞ്ഞില്ല, കാരണം ഞാൻ തിരക്കിലായിരുന്നു. എനിക്ക് ആരോടും സംസാരിക്കാൻ കഴിഞ്ഞില്ല, കാരണം ഞാൻ തിരക്കിലായിരുന്നു. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിലൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട് അല്ലേ. ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പിന്നീട് നമ്മൾ ആളുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, എനിക്ക് ആരോടും സംസാരിക്കാൻ കഴിഞ്ഞില്ല, കാരണം ഞാൻ തിരക്കിലായിരുന്നു എന്നിങ്ങനെ പറയാം. ഐ കുഡിൻറ്റ് ടോക്ക് ടു എനിവൺ. എനിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും. അപ്പം ഐ കുഡിൻറ്റ് ടോക്ക് ടു എനിവൺ, എനിക്ക് ആരോടും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ബിക്കോസ് ഐ വാസ് ബിസി. ബിക്കോസ് ഐ വാസ് ബിസി അല്ലേ, ഞാൻ ബിസി ആയിരുന്നു എന്നാണ്. അപ്പം ഐ വാസ് ബിസി. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പോൾ നീ തിരക്കിലാണോ? ഇപ്പോൾ നീ തിരക്കിലാണോ എന്ന് നമുക്കൊരാളോട് ചോദിക്കണമെങ്കിലോ, അപ്പോൾ നമുക്കൊരു കോൾ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിട്ടോ എന്തിനു വേണ്ടിയിട്ടായാലും നമ്മളൊരാളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നീ തിരക്കിലാണോ? ആർ യു ബിസി നൗ? ആർ യു ബിസി നൗ? ഇപ്പോൾ നീ തിരക്കിലാണോ? ഞാൻ ഇപ്പോൾ പള്ളിയിലാണ്. ഞാനിപ്പോൾ ഷോപ്പിലാണ്. ഞാനിപ്പോൾ സ്കൂളിലാണ്. ഞാനിപ്പോൾ ഓഫീസിലാണ്, ഹോസ്പിറ്റലിലാണ്. പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട് അല്ലേ. ഞാനിപ്പോൾ പള്ളിയിലാണ് എന്നെങ്ങനെ പറയാം? ഞാൻ ഇപ്പോൾ പള്ളിയിലാണ്. ഐ ആം
at the mosque now. I am at the mosque now. മോസ്ക്യൂ എന്നാണെങ്കിലും നമ്മളെ പ്രൊണൗൺസിയേഷൻ വരുന്നത് മാസ്ക് ഓർ മോസ്ക് എന്ന് പറയാം. ക്യൂ എന്നവിടെ പറയരുത് കേട്ടോ. മാസ്ക് നൗ. അപ്പം ഐ ആം അറ്റ് ദ മാസ്ക് നൗ. ഞാനിപ്പോൾ പള്ളിയിലാണ്. ഓക്കെ, നെക്സ്റ്റ്, നിങ്ങൾ രണ്ടുപേരും കുളിച്ചോ? ഇപ്പം നമ്മുടെ രണ്ട് മക്കളവിടെ ഇരിക്കുകയാണ്. നമ്മൾ ചോദിക്കാറുണ്ട്, ഡെയിലി നമ്മൾ ചിലപ്പം ചോദിക്കാറുണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾ രണ്ടുപേരും കുളിച്ചോ എന്ന് ചോദിക്കാറുണ്ടാവും. കുളിച്ചോ എന്നാണ്. ഡിഡ് ബോത്ത് ഓഫ് യു ബാത്ത് അല്ലേ? ഡിഡ് യു ബാത്ത്, ഡിഡ് ഷീ ബാത്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ നിങ്ങൾ രണ്ടുപേരും കുളിച്ചോ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് ബോത്ത് ഓഫ് യു ബാത്ത്. ഡിഡ് ബോത്ത് ഓഫ് യു ബാത്ത്. നിങ്ങൾ രണ്ടുപേരും കുളിച്ചോ? ഓക്കെ, നെക്സ്റ്റ്, ഞാൻ കുളിച്ചു, അവൻ കുളിക്കാൻ പോവുകയാണ്. ഞാൻ കുളിച്ചു, അവൻ കുളിക്കാൻ പോവുകയാണ്. ഇതെങ്ങനെ പറയാ? ഐ ബാത്ത്ഡ് ആൻഡ് ഹി ഈസ് അബൌട്ട് ടു ബാത്ത് എന്നും പറയാം. അല്ലെങ്കിൽ ഐ ബാത്ത്ഡ് ആൻഡ് ഹി ഈസ് ഗോയിങ് ടു ബാത്ത് എന്നും പറയാം കേട്ടോ. ഇവിടെ രണ്ട് രീതിക്ക് നമുക്ക് പറയാം. എബൌട്ടും യൂസ് ചെയ്യാം, ഗോയിങ് ടു യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വ്യത്യാസം അറിയാലോ. ഞാൻ കുളിച്ചു, അവൻ കുളിക്കാൻ പോവുകയാണ്. ആ സമയമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് എബൌട്ട് ടു ബാത്ത് എന്ന് പറയാം. അതല്ല, അവൻ കുളിക്കാൻ ബാത്റൂമിലേക്ക് നമുക്ക് കയറുകയാണെങ്കിൽ നമുക്ക് പറയാം ഗോയിങ് ടു ബാത്ത് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്, അവർ രണ്ടുപേരും ഉറങ്ങുകയായിരുന്നോ? ഒരു ക്വസ്റ്റ്യൻ ആണ്. അവർ രണ്ടുപേരും ഉറങ്ങുകയായിരുന്നോ എന്നെങ്ങനെയാ ചോദിക്കുക? വേർ ബോത്ത് ഓഫ് ദം സ്ലീപ്പിംഗ്. അവർ രണ്ടുപേരും ഉറങ്ങുകയായിരുന്നോ? വേർ ആണല്ലേ, രണ്ടുപേര് പ്ലൂരൽ ആണ്. അപ്പൊ വേർ ബോത്ത് ഓഫ് ദം സ്ലീപ്പിംഗ്. അവർ രണ്ടുപേരും ഉറങ്ങുകയായിരുന്നോ? നെക്സ്റ്റ്, അവർ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങുകയാണ്. അവർ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങുകയാണ് എന്നിങ്ങനെ പറയാ? They didn't sleep last night. They didn't sleep last night. അവർ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. അവർ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. They didn't sleep last night. So they are sleeping now. So they are sleeping now. അതുകൊണ്ട് അവർ ഇപ്പോൾ ഉറങ്ങുകയാണ്. നീ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴാണ് വന്നത്? നീ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴാണ് വന്നത്? എപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ആണ് അല്ലേ? എപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് വെൻ ആണ്. നീ ആണ് സബ്ജക്റ്റ്. അപ്പം വെൻ ഡിഡ് യു കം ഫ്രം ദ ഹോസ്പിറ്റൽ? നീ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴാണ് വന്നത്? ഞാൻ രാത്രിയാണ് അവളെ കണ്ടത് എന്നെങ്ങനെ പറയാം? ഞാൻ രാത്രിയാണ് അവളെ കണ്ടത് അല്ലേ? രാത്രി എന്നുള്ള ആ ഒരു കൃത്യ ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ രാത്രിയാണ് അവളെ കണ്ടത്. കഴിഞ്ഞു പോയ കാര്യമാണ്. ഐ സോ ഹർ. ഞാൻ അവളെ കണ്ടു അറ്റ് നൈറ്റ്. ഐ സോ ഹർ അറ്റ് നൈറ്റ്. ഞാൻ രാത്രിയാണ് അവളെ കണ്ടത്. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇന്നലെയാണ് ഇത് വാങ്ങിയത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇന്നലെയാണ് ഇത് വാങ്ങിയത്. എന്തോ ഒരു സാധനം ഞാൻ ഇന്നലെയാണ് ഇത് വാങ്ങിയത് എന്ന് പറയണം. എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്രയും സെൻറ്റൻസുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് അറിയിക്കുക. അതുപോലെ ഞാൻ തന്ന സെൻറ്റൻസ് ഇംഗ്ലീഷിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സെൻറ്റൻസ് അറിയാമെങ്കിൽ നിങ്ങളും അറിയിച്ചോളൂ. അവിടെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് സെൻറ്റൻസ് സംസാരിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.